തമിഴ്നാട്ടിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര തലസ്ഥാന നഗരത്തിൽ പ്രവേശിച്ചു. നവരാത്രി വിഗ്രഹം കരമന ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി അഖിൽ പാലൂട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ചരിത്ര പ്രസിദ്ധമായ നവരാത്രി ഘോഷയാത്രയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും തലസ്ഥാന നഗരത്തിൽ പ്രവേശിച്ചത്. നവരാത്രി വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് വളരെ രാജകീയമായ വരവേൽപ്പ് തന്നെയാണ് എല്ലാ ഇടങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നൽകുന്നത്. നിലവിൽ കരമന ക്ഷേത്രത്തിലാണ് വിഗ്രഹങ്ങൾ എത്തിയിട്ടുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചരിത്ര പ്രസിദ്ധമായി നടക്കുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്രയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് പ്രവേശിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ രാജകീയമായ വരവേൽപ്പ്, എല്ലാ കാലത്തും നൽകുന്ന രീതിയിലുള്ള ഭക്തി നിർഭരമായ വരവേൽപ്പും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോട് കൂടി തന്നെയാണ് ഇത്തവണയും ഘോഷയാത്രയെ അനന്തപുരി സ്വീകരിക്കുന്നത്. നവരാത്രി വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇപ്പോൾ കരമന ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. ഇവിടെ വിശ്രമിച്ച ശേഷമാകും ഇനി മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുപോവുക. അഖിൽ പാലൂട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, വളരെയധികം രാജകീയമായൊരു വരവേൽപ്പും ക്ഷണവും തന്നെയല്ലേ ഇത്തവണയും ഉണ്ടാകുന്നത്? വിഷ്ണു, നവരാത്രി ഘോഷയാത്ര അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം വെള്ളിക്കുതിരയിലേറാനുള്ള ശ്രീമുരുകന്റെ വിഗ്രഹം ഈ കരിമന ശിവത്തെരുവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ശിവക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം അവിടെ ആ വെള്ളിക്കുതിരയിലേക്ക് ഭഗവാനെ ആനയിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നു. അതിനു പിന്നാലെ തന്നെ ഇപ്പോൾ സരസ്വതി ദേവി ആനപ്പുറത്ത് എഴുന്നള്ളി ശിവന്റെ അമ്പലത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ജനത്തിരക്ക്, നൂറുകണക്കിന് ഭക്തർ ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയൊപ്പം അനുഗമിച്ച് ജപിച്ച് ഭഗവതിയുടെ നാമങ്ങൾ, സങ്കീർത്തനങ്ങളൊക്കെ തന്നെ ഉരുവിട്ടുകൊണ്ട് ഈ നാമജപ ഘോഷയാത്രയുടെ ഒപ്പം ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ജനത്തിരക്ക് നവരാത്രി ഘോഷയാത്രയുടെ ഭാഗമായി അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ വെള്ളിക്കുതിരയിലേറി ശ്രീമുരുകന്റെ ബിംബം, ശിവേലി ബിംബം, നവരാത്രി ബിംബം അല്പസമയത്തിനകം തന്നെ ഈ കരമന ശിവത്തെരുവിനകത്തെ ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇപ്പോ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹവും ഇവിടേക്ക് എത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനടുത്തേക്ക് പോലും പോകാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ, അതുപോലെ തന്നെ മറ്റു വിവിധ ഹൈന്ദവ സംഘടനയുടെ ഒക്കെ തന്നെ ഭാരവാഹികൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ യാത്രയുടെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ തുടക്കത്തിൽ ശുചീന്ദ്രത്ത് ഉണ്ടായിരുന്നതാണ് കേന്ദ്രമന്ത്രി. ഇവിടെ അവസാനിക്കുന്ന സമയത്തും അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സമയത്ത് അറിയാൻ സാധിച്ചത്. ഗവർണർമാർ, സംസ്ഥാന വകുപ്പിലെ മന്ത്രിമാർ, മറ്റു ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികൾ അടക്കമുള്ളവർ ഇതിന്റെ ഭാഗമാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ ഏറ്റവും അവസാനത്തെ ഒരുക്കങ്ങളാണ്. ഏറ്റവും അവസാനമായി വിഗ്രഹ ഘോഷയാത്ര കരമന ശിവപെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ഇപ്പോൾ മുഖാമുഖം ഇപ്പോൾ വെള്ളി കുതിരയിലേറിയ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമാന്തരമായി തന്നെ വെള്ളിക്കുതിരയിലേറിയ ഈ മുരുകസ്വാമിയുടെ സമാന്തരമായി തന്നെ ഇപ്പോൾ സരസ്വതി ദേവിയും എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സരസ്വതി ദേവിയുടെ വിഗ്രഹം അത് പുറത്തേക്ക് ക്ഷേത്രത്തിലേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും തിരികെ ആന പുറത്തേക്ക് എഴുന്നള്ളുന്നുണ്ടാകും. ഇപ്പോൾ അമ്പലത്തിലേക്ക് ശിവേലി ബിംബം അകത്തേക്ക് കയറ്റുന്നതിലേക്കുള്ള മണിനാദം ഇപ്പോൾ മുഴക്കിയിട്ടുണ്ട്, പുറപ്പെട മണി മുഴക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഉണ്ടാവുക നവരാത്രി വിഗ്രഹ ഘോഷയാത്ര തലസ്ഥാന നഗരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നവരാത്രി വിഗ്രഹം കരമന ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. തത്സമയ വിവരങ്ങളാണ് അഖിൽ പാലൂട്ടുമടം പങ്കുവച്ചത്.